Hi students, today we are going to discuss factors on which the resistance of a conductor depends. Then you know that what is resistance. Then what is resistance? Resistance is the property of a material to resist or oppose the flow of electrons through it. ഇത് ഒരു കണ്ടക്ടർ എന്ന് ഇരിക്കുക. അപ്പോൾ ഇതിൽ കൂടി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസിന് അനുഭവപ്പെടുന്ന തടസ്സമാണ് റെസിസ്റ്റൻസ് എന്നുള്ളത്. അതായത് കണ്ടക്ടറിന്റെ ഒരു അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് കറന്റ് ഫ്ലോ ചെയ്യാം. കറന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഫ്ലോ ആണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസിന് ഈ മെറ്റീരിയലിൽ കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസുമായിട്ട് കൊളൈഡ് ചെയ്യും. ഡ്യൂ ടു ദീസ് കൊളീഷൻസ് there occurs a hindrance or oppose to the flow of electrons through it. അപ്പോൾ ഈ കൊളീഷൻ കാരണം ഇതിൽ കൂടെ പോകുന്ന ഇലക്ട്രോൺസിന് ഒരു ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഒരു തടസ്സം അനുഭവപ്പെടുന്നു. അപ്പോൾ അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ കണ്ടക്ടർ ഒരു മീറ്റർ ലെങ്ത് ഉള്ള കണ്ടക്ടർ എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ കൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ ഇതിന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തടസ്സം ഉണ്ടാവുന്നുണ്ട്. അതാണ് റെസിസ്റ്റൻസ് പറയുന്നത്. ഇനി വേറൊരു കണ്ടക്ടർ ഇതിന് 2 മീറ്റർ ലെങ്ത് ഇരിക്കുക. അപ്പോ തടസ്സം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ, അല്ലെങ്കിൽ ഈ 2 മീറ്ററിന് കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ സെയിം ആണോ? കാരണം 1 മീറ്ററിൽ കൂടി ഇലക്ട്രോൺ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന തടസ്സം 2 മീറ്ററിൽ കൂടി ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുമ്പോൾ സംഭവിക്കാം കൂടുതൽ ദൂരം സഞ്ചരിക്കണ്ടേ? If the length of conductor increases, electrons have to travel a larger distance. As a result, resistance increases. If the length of conductor decreases, electrons have to travel only a short distance. Therefore, resistance also decreases. So, if length of the conductor increases, resistance increases. And if length of the conductor decreases, resistance also decreases. അപ്പോൾ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അത് 2 ക്വാണ്ടിറ്റീസില് ഒന്ന് കൂടുമ്പോൾ മറ്റത് കൂടുന്നു, ഒന്ന് കുറയും മറ്റൊന്ന് കുറയും. അപ്പൊ എന്താ പറയാനുള്ളത്? ഈ 2 ക്വാണ്ടിറ്റീസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. റെസിസ്റ്റൻസിന് R എന്ന് ഉപയോഗിക്കുക, ലെങ്തിന് L. Resistance is directly proportional to the length of the conductor. അപ്പോൾ ഒരു റിലേഷൻ നമുക്ക് കിട്ടി. R is directly proportional to L. അതായത് R എന്ന റെസിസ്റ്റൻസ്, L എന്നാണ് ലെങ്ത്. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഇതില് ലോങ് വയർ ആസ് മോർ റെസിസ്റ്റൻസ് ആൻഡ് ഷോർട്ട് വയർ ആസ് ലെസ് റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഇനി ഒരു പൈപ്പിൽ കൂടി വെള്ളം ഒഴുകുന്നത് കൺസിഡർ ചെയ്ത് നോക്കാം. കൺസിഡർ വാട്ടർ ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്. ഇതൊരു വണ്ണം കൂടിയ പൈപ്പ്, അതേപോലെ തന്നെ ഇതൊരു വണ്ണം കുറഞ്ഞ പൈപ്പ്. ഇത് രണ്ടും കൂടി വെള്ളം ഒഴുകുന്നിരിക്കുക. വാട്ടർ ഫ്ലോ ഒക്കെ കൂടുതൽ പ്രയാസങ്ങൾ എവിടെയാണ്? വണ്ണം കുറഞ്ഞ പൈപ്പിലാണല്ലോ. വാട്ടർ ഫൈൻഡ് മോർ ഡിഫിക്കൽട്ട് ടു ഫ്ലോ ത്രൂ എ തിൻ പൈപ്പ്. സിമിലർലി ഇലക്ട്രോൺസ് find more difficult to flow through a thin wire. വളരെ തിന്നായ വയറിൽ കൂടി ഇലക്ട്രോൺസ് കടന്നു പോകുമ്പോൾ ഫ്ലോ ചെയ്യുമ്പോൾ അപ്പോഴാണ് കൂടുതൽ അതിന് ഫ്ലോ ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. തിക്ക് വയർ ആണെങ്കിൽ ഇവിടെ പൈപ്പ് വലുതാണെങ്കിൽ വെള്ളം സുഖമായിട്ട് വിടും. അതേപോലെ തിക്ക് വയർ ആണെങ്കിലും ഇലക്ട്രോൺസിന് കുറെ എളുപ്പത്തിൽ ഫ്ലോ ചെയ്യാൻ പറ്റും. Then, if thickness of the conductor decreases or if area of cross section of the conductor decreases, electrons find more difficult to flow through this thin wire. As a result, resistance increases. Here opposite of if thickness of the conductor increases or if area of cross section of the conductor increases, then resistance decreases. If thickness of the conductor increases, resistance decreases. If thickness of the conductor decreases, then resistance increases. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചത്? ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറേ ചെയ്യുന്നത്.
ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുന്നു. അതേസമയത്ത് നേരത്തെ നമുക്ക് കിട്ടിയ എന്താണ്, ഇപ്പോൾ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് തിക്നെസ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു, തിക്നെസ് കുറയുമ്പോഴോ റെസിസ്റ്റൻസ് കൂടുന്നു. ഒന്ന് കുറയുമ്പോൾ മറ്റേ കൂടുന്നു, ഒന്ന് കൂടുമ്പോഴാ മറ്റേ കുറേ ചെയ്യാം. അപ്പൊ ഇവിടെ തിക്നെസ്സും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു എന്നാ പറയുന്നത്. അതായത് റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു ദി തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ് ഈസ് inversely proposed to the thickness or area of cross section of the conductor. അപ്പോൾ അതെങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എ ആണ്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഈ റിലേഷന് നമുക്ക് മനസ്സിലാക്കുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ if area of cross section increases, resistance decreases. If area of cross section decreases, then resistance increases. അപ്പോൾ ഇനി ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തിൻ വയറുണ്ട്, ഒരു തിക്ക് വയറുണ്ട് ഇരിക്കുക. We have two wires, a thin wire and a thick wire. ഇതിന്റെ റെസിസ്റ്റൻസ് ഏതിനാണ് കൂടുതൽ ഉണ്ടാവുക? Thin wire has more resistance, thick wire has less resistance. Resistance depends on the thickness or area of cross section of the conductor. Now we are discussing about factors on which resistance of a conductor depends. We got two factors depends on the resistance of a conductor. What are they? One is length of the conductor and other is area of cross section or thickness of the conductor. ഇനി മെറ്റീരിയൽ അതിന്റെ നേച്ചറിനെ പറ്റി ആലോചിച്ച് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, all substances have their own resistance. Some substances have smaller resistance, they are called good conductors, and some substances have larger resistance, they are called insulators. അപ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞ പദാർത്ഥങ്ങളുണ്ട്, അതിനെ ഗുഡ് കണ്ടക്ടർ എന്ന് പറയും. അവിടെ റെസിസ്റ്റൻസ് കൂടിയ പദാർത്ഥങ്ങളുണ്ട്, അതിനെ പറയും നമ്മൾ എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്നാ പറയാം. നമ്മൾ രണ്ട് വയർ തിരിഞ്ഞിരിക്കുക, കോപ്പറിന്റെ ഒരു വയറും നിക്രോമിന്റെ ഒരു വയറും, ഒരേ ലെങ്ത്, ഈക്വൽ ലെങ്ത് ആൻഡ് ഈക്വൽ തിക്നെസ് ഉള്ള രണ്ട് വയർസ് എടുത്തിരിക്കുക. If we take two wires of copper and nichrome having equal length and equal area of cross section or thickness, then we find that nichrome has more resistance than copper. അപ്പോൾ ഒരേ വണ്ണവും ഒരേ ലെങ്തും ഉള്ള കോപ്പറും നിക്രോം എടുത്തു കഴിഞ്ഞാൽ നിക്രോമിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? Resistance depends on the nature of the material. അപ്പോൾ മൂന്നാമത്തെ ഫാക്ടർ കിട്ടി, resistance depends on the nature of the material. Nature of the material. അപ്പോൾ മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. ഇനി ടെമ്പറേച്ചറിന്റെ കാര്യം ആലോചിക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എല്ലാ പ്യൂർ മെറ്റൽസിന്റെയും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാം. When temperature increases, resistance of all pure metals increases, and on decreasing temperature, resistance also decreases. അപ്പോൾ ഇതെന്താ മനസ്സിലാവുന്നത്? Resistance depends on the temperature. അതാണ് നാല് ഘടകം. അപ്പോൾ കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ഓൺ വിച്ച് റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ഡിപെൻഡ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ഡിപെൻഡ് ചെയ്യുന്നത്? നാലെണ്ണത്തിൽ ഒന്ന് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, other is area of cross section of the conductor and the nature of the material of the conductor and temperature. ഈ നാല് ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ ഡിപെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ആർ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ രണ്ട് റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോസ് ടു എൽ, മറ്റേതാണ് ആർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോസ് ടു എ. അതായത് ഇവിടെ എഴുതാം, ആർ റെസിസ്റ്റൻസ് ഈസ് directly proposed to length of the conductor. ഒരു ഇക്വേഷൻ.
രണ്ടാമത്തെ resistance is inversely proportional to area of cross section. രണ്ടാമത്തെ equation. By combining these two relations, by combining these two equations, we get എന്നുള്ള കിട്ടാം. ഇവിടെ proportionality change ചെയ്യണം. To convert proportionality to equality, we should multiply with a proportionality constant. That is, R is equal to, കാരണം ഈ proportionality sign മാറ്റിയിട്ട് equality ആക്കണമെങ്കിൽ ഇതിനെ കൂടെ ഒരു proportionality constant ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഇവിടെ proportionality constant ഇതാണ്. ഇതിനെ പറയാ is a constant which is called resistivity of the conductor or specific resistance of the conductor. അപ്പോൾ ഇത് വായിക്കുക റോ എന്നാണ്, RHO. അപ്പോൾ this is a constant which is called resistivity of the conductor or specific resistance of the conductor. ഇതിനെ വായിക്കുക, ഇതിനെ വായിക്കുക RHO ആണ്, റോ എന്നാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ റെസിസ്റ്റിവിറ്റി എങ്ങനെ നമ്മൾ കണ്ടെത്തും? റോ ഈസ് ഈക്വൽ ടു, അതായത് ഇവിടെ റോനാണ് നിർത്തിയിട്ട് ബാക്കിയുള്ള കൊണ്ടുപോവാ. ഇവിടെ ആറുണ്ട്, അതുപോലെ ഈ താഴെ ഇവിടെ വരുമ്പോ മുകളിൽ വരും, എല്ലാം ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ താഴെ വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. റോ ഈസ് ഈക്വൽ ടു R into A by L. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. ഇനി നമുക്ക് ഇത് റോ റെസിസ്റ്റിവിറ്റി ആണ് അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്, നമുക്ക് ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇതില് ഇഫ് എ എന്ന് പറഞ്ഞാൽ ഏരിയ ക്രോസ് സെക്ഷൻ ആണ്, അത് 1 സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയർ ആണ് ഇരിക്കുക. അതേപോലെ L ലെങ്ത് ഓഫ് കണ്ടക്ടർ ആണ്, L is equal to 1 മീറ്റർ ആണ് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് 1 ഇത് 1 ആണെങ്കിൽ എന്താ ഉപയോഗിക്കുക? റോ is equal to R, അതായത് റെസിസ്റ്റിവിറ്റി is equal to resistance. Our resistivity can be defined as the resistance of the conductor having length of 1 meter and area of cross section 1 meter square. Resistivity is the resistance of the conductor having unit length and the unit area of cross section. ഇനി നമുക്ക് ഉള്ളത് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിന്റെ വേറെ പേര് എന്താ പറയുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റിവിറ്റിന്റെ അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഓം മീറ്റർ which is written in symbol as ഓം എങ്ങനെ എഴുതാം? മീറ്റർ എങ്ങനെ? ഓക്കെ, ഇതാണ് റെസിസ്റ്റിവിറ്റിന്റെ SI യൂണിറ്റ്. ഇതെങ്ങനെ കിട്ടും നോക്കാം നമുക്ക്. ഇവിടെ നോക്കാം, റോ is equal to R എന്ന് പറഞ്ഞാൽ ഓം ഇൻറ്റു ഏരിയ ക്രോസ് സെക്ഷൻ എന്നല്ല, അതിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ബൈ ലെങ്ത്, ലെങ്തിന്റെ എന്താ? മീറ്റർ. നോക്കാം, ഇതിലൊന്നും വെട്ടിപ്പോയില്ലേ, ബാക്കി എന്താ ഉള്ളത്? ഇത് മാത്രമല്ലേ ഉള്ളൂ, ഇത് വെട്ടിക്കഴിഞ്ഞാൽ. അപ്പോ റോ is equal to ഓം മീറ്റർ. ഓക്കെ, SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി is ഓം മീറ്റർ which is written in symbol as. ഇനി നമ്മള് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, അത് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ. അതായത് യൂണിറ്റ് ലെങ്ത് യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി പറഞ്ഞത്. അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? റെസിസ്റ്റിവിറ്റി does not depends on the length and the area cross section of the conductor, but it depends on the temperature and the nature of the material. Well, resistivity depends on the nature of the material and temperature. അപ്പോൾ റെസിസ്റ്റിവിറ്റി ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഏരിയ ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം, resistivity does not depend on the size of the conductor, but it varies with the temperature and the nature of the material. അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. റെസിസ്റ്റിവിറ്റി ഈസ് ദി ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി മെറ്റീരിയൽ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, അത് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ടേബിളില് കുറച്ച് മെറ്റീരിയൽസിന്റെ റെസിസ്റ്റിവിറ്റി കൊടുത്തിട്ടുണ്ട്.
അത് നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടേബിളില് കണ്ടക്ടേഴ്സിന് കൊടുത്തുള്ള റെസിസ്റ്റിവിറ്റിയും ഇൻസുലേറ്റേഴ്സിന് കൊടുത്തുള്ള റെസിസ്റ്റിവിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടക്ടേഴ്സ് ഹാവ് വെരി ലോ റെസിസ്റ്റിവിറ്റി. ഓൺ ദി അതർ ഹാൻഡ് ഇൻസുലേറ്റേഴ്സ് ഹാവ് ലാർജർ റെസിസ്റ്റിവിറ്റി. ഇനിയും ആ ടേബിളില് ആദ്യത്തെ 3 മെറ്റൽസിന്റെ റെസിസ്റ്റിവിറ്റി നോക്കാം. സിൽവർ, കോപ്പർ ആൻഡ് അലുമിനിയം. Of all the metals, silver has the lowest resistivity. Therefore, silver is the best conductor of electricity. അപ്പോൾ സിൽവർ എന്നാണ് റെസിസ്റ്റിവിറ്റി കുറവ്, ഏറ്റവും കുറവ്. അതുകൊണ്ട് ബെസ്റ്റ് കണ്ടക്ടർ ആണ്. അപ്പോൾ ഇലക്ട്രിക് ലൈൻ വലിക്കാൻ ഏറ്റവും നല്ലത് സിൽവർ ആണ്. പക്ഷേ സാധാരണ ഇലക്ട്രിക് ലൈൻ വലിക്കാൻ സിൽവർ ഉപയോഗിക്കാറില്ലല്ലോ. എന്താ കാരണം? കോസ്റ്റ് ഓഫ് സിൽവർ ഈസ് വെരി ഹൈ. കോപ്പർ ആൻഡ് അലുമിനിയം ആർ ആൾസോ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പൊ കോപ്പർ അലുമിനിയം നല്ല ഗുഡ് കണ്ടക്ടർ തന്നെയാണ്, ഇലക്ട്രിസിറ്റിയുടെ ഗുഡ് കണ്ടക്ടർ ആണ്. അപ്പൊ കോപ്പർ അലുമിനിയം ആണ് ഇലക്ട്രിക് ലൈൻസ് വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. Then copper and aluminum are used for electrical transmission lines. ഇനി ടേബിൾ വേറെ കാര്യം മനസ്സിലാക്കുക. അലോയ്സിന്റെ കാര്യം നോക്കാം. ടേബിൾ ആൾസോ ഷോസ് ദാറ്റ് അലോയ്സ് ഹാവ് ലാർജർ റെസിസ്റ്റിവിറ്റി ദാൻ their constituent metals. Alloys have higher resistance than pure metals. മാത്രമല്ല അലോയ്സിന് വേറെ പ്രത്യേകതയുണ്ട്. അലോയ്സ് don't burn or oxidize on high temperatures. Then alloys have higher resistivity and alloys don't oxidize or burn on high temperatures. അപ്പോൾ ഈ റീസൺസ്, ഈ 2 റീസൺ കൊണ്ട് അലോയ്സ് ഈ ഇലക്ട്രിക് ഡിവൈസസിലെ, അതായത് ഹീറ്റിംഗ് ഡിവൈസസ്, അയൺ, അതുപോലെ തന്നെ ഹീറ്റർ, ഇലക്ട്രിക് ടോസ്റ്റർ, ഇതിലൊക്കെ അലോയ്സ് ആണ് ഉപയോഗിക്കുന്നത്. അലോയ്സ് ആർ യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ഡിവൈസസ് ലൈക്ക് അയൺ, ഹീറ്റർ, ടോസ്റ്റർ എക്സെട്ര. ഇനി ആ ടേബിളില് കണ്ടക്ടേഴ്സിൽ നമ്മൾ സിൽവർ കണ്ടു, കോപ്പർ, അലുമിനിയം. അതിന് താഴെ ഏതാണുള്ളത്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ എവിടെ ഉപയോഗിക്കുന്നത് അറിയോ? ഇലക്ട്രിക് ബൾബിലെ ഫിലമെന്റ് ആയിട്ടാണ് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്. ടങ്സ്റ്റൺ ഈസ് യൂസ്ഡ് ഫോർ ഫിലമെന്റ് ഓഫ് ദി ഇലക്ട്രിക് ബൾബ്സ്.